ഇബ്നുൽ മുബാറക്കിനോടൊരാളും ഒരു ദിനം ചോദിച്ചു, വഹിയും വന്നു നിങ്ങൾക്കീ ദിനം പിടികൂടുമേ മരണം ഈ രാത്രിയിൽ നിങ്ങളെ, എന്നാൽ ക്ഷണം എന്താണ് ചെയ്യൽ തങ്ങളെ? ഉടൻ തന്നെ ഇൽമ് പഠിക്കുമേ ഞാൻ ചെന്ന് എന്ന ജവാബപ്പോൾ മഹാനിൽ നിന്ന്. തംബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 146 അതിൽ വിവരിച്ചതാ. ബഹുമാന്യരെ ചിന്തിക്കൊരൽപ്പം തന്നിത്, ഇൽമിൻ്റെ ശ്രേഷ്ഠതയല്ലയോ നാം കേട്ടത്. ഇക്കാരണത്താലാ സുഹൃത്തെ ഇന്നും പറയപ്പെടും അവൻ ആലിമായാൽ എന്നും. മരിച്ചെന്നു വന്നാൽ തന്നെയും ഹയ്യാണ്, അല്ലാത്തവർക്കില്ലാത്തവൻ ഗ്രേഡാണ്. ചില സ്വർഗവാസികളോട് റബ്ബും അന്ന് ചോദിക്കുമെന്താ വേണ്ടതെനിയും ഇന്ന്. ഞാൻ റബ്ബിനോടെന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള വിവരവുമില്ലതാ കുഴയുന്നത്. എന്തൊക്കെയോ സ്വർഗത്തിലുള്ളവ എന്നത് അറിവില്ലവർക്കും ആലിമാണറിയുന്നത്. വേണ്ടുന്നതെന്താണെന്ന് അപ്പോൾ വ്യക്തമായി ഉലമാക്കളും സുഹൃത്തുക്കളെ പറയുന്നതായി. ജനമപ്പോഴും ഉലമായിനെ കിഴിയേണ്ടതാ എന്നുള്ളതും ഇൽമിൻ്റെ സീറ്റിൽ പെട്ടതാ. ഇൽമെപ്പോഴും കേൾക്കേണ്ടതാണെന്നുണ്ട്, ഖൽബിൻ ഹയാത്തത് കൊണ്ട് വരുമെന്നുണ്ട്. കേൾക്കാതെ വന്നാൽ 3 ദിവസം ഇൽമുകൾ മരണപ്പെടും, അതിനാൽ സുഹൃത്തെ ഖൽബുകൾ. ഇൽമിൻ്റെ മധുരം നീ അറിഞ്ഞാൽ പിന്നെ സമയം അതിൽ ചെലവാക്കുമെല്ലാം തന്നെ. സമ്പാദ്യമായി സന്താനത്തിനതു തന്നെ കൊടുക്കുന്നതിൽ മടിക്കാതിരിക്കും പിന്നെ. ഇൽമുണ്ട് എങ്കിൽ മാത്രമാണേ അന്താ, അറിയുന്നതും ഇല്ലാതെ വന്നാൽ എന്താ. ഉലമാഇനോട് മഹബ്ബത്താ വേണ്ടുന്നത്, അവർക്കുള്ള അറയിൽ ഉണ്ട് നീ കാണാത്തത്. അതിൽ നിന്ന് എന്തോ ഒന്ന് തന്നാൽ മതി, വിജയം നിനക്കായി പിന്നെ എന്നും സ്ഥിതിഗതി. അല്ലാഹു ജല്ല ജലാലവൻ ഖൈറിനെ ഒരു വ്യക്തിയിൽ കരുതുന്നു എന്നാൽ അന്ന് സുഹബത്ത് സാലിഹിനോടവൻ ആക്കുന്നതാ എന്നുള്ളതും മിസ്ബാഹതിൽ പറയുന്നതാ. ഏതെങ്കിലും സദസ്സിൽ പറഞ്ഞാൽ മദ്ഹുകൾ പൊതിയുന്നതാ, റഹ്മത്ത് വന്ന സദസ്സുകൾ ഇറങ്ങുന്ന റഹ്മത്താൽ ഇലാഹും അന്ന്. മേഘങ്ങളും സുഹൃത്തെ അതാ പടക്കുന്ന്. ആ മേഘമേതു സ്ഥലത്തു പെയ്താൽ പിന്നെ കുടിക്കുന്നവൻ ഇസ്ലാം മതത്തിൽ തന്നെ. ഇതുപോലെ മിസ്ബാഹുൽ-ളലാമിൽ വന്നതാ, 52-ാം പേജ് 2-ൽ ഉള്ളതാ. ഓർത്തൊന്ന് നോക്ക് സഹോദരന്മാരെ, ഇത് മജാലിസുൽ മദ്ഹിൻ്റെ ശ്രേഷ്ഠതയാണിത്. അപ്പോൾ നീ ഉലമാ സ്വാലിഹോടടുക്കുന്നതിൽ അൽഹംദുലില്ലാ എത്ര ഖൈറൊരു ലോകമിൽ. ആലിമ് ഷഹീദ് ഇവർക്കുള്ള മഷിയും രക്തവും, മീസാനിലിവ രണ്ടിനുമൊന്നാ തൂക്കവും. മഷിക്കുള്ള തൂക്കം രക്തമിൽ മുന്തുന്നതാ എന്നൊരു റിവായത്ത് വേറെയും കാണുന്നതാ.